ഫോബ്സിന്റെ റോബോട്ടിക് വാക്യൂം ക്ലീനറാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. ഒരു സാധാരണ വാക്യൂം ക്ലീനറും റോബോട്ടിക് വാക്യൂം ക്ലീനറും തമ്മിൽ ഒത്തിരി പ്രത്യേകതകൾ അതിന്റെ പ്രവർത്തനത്തിലും അതിന്റെ പെർഫോമൻസിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ വാക്യൂം ക്ലീനറിന്റെ ബോക്സ് വരുന്നത്. ഫോബ്സ് ആണ് കമ്പനി. റോബോ വാക്യൂം മോപ്പ് എന്നാണ് മോഡൽ വരുന്നത്. മോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ നനവോട് കൂടിയോ നനവില്ലാണ്ടോ നമുക്ക് ഫ്ലോർ തുടച്ചെടുക്കാനായിട്ട് വളരെ ലൈറ്റായിട്ട് തുടച്ചെടുക്കാനായിട്ട് നമ്മുടെ വാക്യൂം ക്ലീനർ കൊണ്ട് സാധിക്കും. അല്ലാണ്ട് നമ്മുടെ ഫ്ലോർ മോപ്പ് കൂട്ട് വെള്ളം മുക്കി തുടയ്ക്കുന്ന ആ ഒരു മോപ്പ് കൂട്ട് അത്രയും നല്ല ക്ലീനിങ് അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് ക്ലീൻ ആകില്ല. ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. സെക്ഷൻ പവർ വരുന്നത് 1200 PA ആണ്. 1 ഇയർ ആണ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത്. നമുക്ക് ഹോം സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ എന്ത് സർവീസോ വന്നാലും വീട്ടിലെ ആൾ വന്ന് നമുക്കത് സർവീസ് ചെയ്തു തരും. 21,990 MRP വരുന്നത്. 18,900 ഒക്കെ ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നതാണ്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഉൾവശം വരുന്നത്. ബോക്സിലായിട്ട് നമുക്ക് വാറണ്ടി കാർഡും ബുക്ക്ലെറ്റും വരുന്നതാണ്. നമ്മുടെ റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. 4 സിലിക്കോൺ ബ്രഷസ് വരുന്നുണ്ട്. 2 എണ്ണം നമുക്ക് മെഷീനിലേക്കുള്ളതാണ്. 2 എണ്ണം അഡീഷണൽ കമ്പനി എക്സ്ട്രാ കൊടുത്തേക്കണതാണ്. ഹെപ്പ ഫിൽറ്റർ ആണ് നമ്മുടെ മെഷീൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. മോട്ടറിലേക്ക് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഹെപ്പ ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഒരെണ്ണം മെഷീൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എക്സ്ട്രാ ഒരെണ്ണം കമ്പനി കൊടുക്കുന്നതാണ്. മോപ്പ് പാഡ് വരുന്നതാണ്. നമ്മുടെ മെഷീനിൽ സെറ്റ് ചെയ്യാനായിട്ട് തുടയ്ക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള മോപ്പ് പാഡാണ്. ഒരെണ്ണം എക്സ്ട്രാ കമ്പനി കൊടുക്കുന്നുണ്ട്. നിലം തുടക്കാനുള്ള ആ ഒരു മോപ്പ് പാഡ് ഇതിലേക്കാണ് സെറ്റ് ചെയ്യണത്. ഇതിനുശേഷം ഇത് നമ്മൾ നേരെ വാക്യൂം ക്ലീനറിലേക്ക് സെറ്റ് ചെയ്യണത്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വെള്ളം ഒഴിക്കാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോപ്പ് പാഡ് ഒന്ന് നനയാനായിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിക്കാനുള്ള ആ ഒരു ഹോളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. റിമോട്ട് നമുക്കിതിൽ ബാറ്ററി ഉണ്ടായിരിക്കില്ല. നമ്മൾ അഡീഷണൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. AAA ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യണത്. ചാർജിങ് ബോട്ടം വരുന്നതാണ്. ഇതിന്റെ മേളിലായിട്ട് നമുക്ക് ഇൻഫ്രാറെഡിന്റെ അത് കാണാൻ സാധിക്കും. ചാർജിങ് ബോട്ടം കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ വരുന്നതാണ്. ഇനി നമ്മൾ റോബോ വാക്യൂം ക്ലീനറിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു മോൾ ഭാഗം വരുന്നത്. ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് ആ ഒരു ഇൻഫ്രാറെഡ് സിഗ്നൽ സംവിധാനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൽ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡസ്റ്റ് കളക്ട് ചെയ്യണം ആ ഒരു കണ്ടെയ്നർ ഇതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. അത് ഓപ്പൺ ആക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അതിൻ്റെ ടോപ്പ് ഓപ്പണായി വരും. അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡസ്റ്റ് കണ്ടെയ്നർ കാണാൻ സാധിക്കും. അത് നേരെ മുകളിലേക്ക് പൊക്കി ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നാൾ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു കുഴപ്പമില്ലാണ്ട് ബാഗൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് പോകുക. അപ്പം അങ്ങനത്തെ കംപ്ലയിൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് ഈ ഒരു സൈഡിൽ പിടിച്ച് നിങ്ങൾക്കിത് നേരെ മുകളിലേക്ക് ഓപ്പൺ ആക്കാനും സാധിക്കും. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബ്രഷ് വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഹെപ്പ ഫിൽറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഹെപ്പ ഫിൽറ്റർ ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രഷ് കൊടുത്തേക്കണത്. നമുക്ക് ഹെപ്പ ഫിൽറ്റർ യൂസ് ചെയ്യാൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിലേക്ക് പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് ഹെപ്പ ഫിൽറ്റർ യൂസ് ചെയ്യണത്. ഒരു കാരണവശാലും ഹെപ്പ ഫിൽറ്റർ ഉപയോഗിക്കാണ്ട് ഇത് വെക്കാണ്ട് നിങ്ങൾ മെഷീൻ ഓൺ ആക്കാൻ പാടില്ല. ഇനി നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബമ്പർ പോലെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ബമ്പർ പോലെ കൊടുത്തേക്കണതാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ബമ്പർ പോലെ കൊടുത്തേക്കണത്. പിന്നെ നമുക്ക് ഈ ഒരു അറ്റത്തായിട്ട് അത് വർക്കിംഗ് ടൈമിൽ അതിൻ്റെ ഒരു ഹീറ്റൊക്കെ പുറത്തോട്ട് പോകാനുള്ള ആ ഒരു വിൻഡോൻ്റെ അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരുന്നതാണ്. നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ അടിവശം വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. നമ്മുടെ ചാർജിങ് പോയിൻറ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ചാർജ് തീരെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചാർജ് തീരാറായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ചാർജിങ് ബോട്ടത്തിലേക്ക് മിഷൻ കയറിയിരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടുപോയി ചാർജിങ് പോയിന്റിൽ വെക്കണം എന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജിങ് പോയിന്റിൽ പോയി അത് ചാർജ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ഇതിൽ നമുക്ക് ഒരു ഇൻഫ്രാറെഡ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. 2 വീലുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. രണ്ടും ഇത്തരത്തിൽ ഷോക്ക് ഓബ്സിങ് ആയിട്ടുള്ള വീലുകളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് റൊട്ടേഷൻ വീലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് UV ലൈറ്റ് സംവിധാനം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു UV ലൈറ്റ് ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ ക്ലീൻ ആക്കുമ്പോൾ അതുപോലെ നമ്മുടെ ബെഡ് ക്ലീൻ ആക്കുന്ന സമയത്ത് അതുപോലെ നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഈ ഒരു UV ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്ടീരിയാസിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് സഹായിക്കും. ഈ
ഒരു ഹോള് വഴിയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വേസ്റ്റ് ആ ഒരു ഡസ്റ്റ് ഒക്കെ കളക്ട് ആവണത്. ചെറിയ പൊടികൾ, പേപ്പർ കഷ്ണങ്ങൾ, മുടി, ഇതൊക്കെ കളക്ട് ആവണത് ഈ ഒരു ഹോള് വഴിയാണ്. ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ സാധനങ്ങളും, ചെറിയ ഉറുമ്പുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഹോള് വഴി അത് കളക്ട് ചെയ്യണത്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് ക്ലീൻ ആക്കാനായിട്ടുള്ള ആ 2 ബ്രഷുകളും കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്കതിൻ്റെ ബാറ്ററി വരുന്നത്. 2600 mAh ബാറ്ററി, ലിഥിയം ബാറ്ററിയാണ് കൊടുത്തേക്കണത്. നമുക്ക് ആ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആവാനുള്ള സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. ആ ഒരു ഫുൾ ചാർജിൽ നമുക്ക് 90 മിനിറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചാർജ് കുറേയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എവിടെയാണോ ചാർജിങ് പോയിന്റ് അവിടെ വന്ന് മെഷീൻ ചാർജ് ചെയ്യണത്, അല്ലെങ്കിൽ വാക്യൂം ക്ലീനർ ചാർജ് ചെയ്യണത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും സൈഡിലൊക്കെ ആയിട്ട് ഓരോ സെൻസറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നേരെ ഇപ്പോൾ ഒരു ടേബിൾ ടോപ്പിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അത് നിലത്തോട്ട് വീഴാതെ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്ജ് ഭാഗം വരെ വന്ന് നിന്ന് താഴത്തേക്ക് വീഴാണ്ട് അത് സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ചുറ്റിലും അതിൻ്റെ ആ സെൻസറുകൾ കൊടുത്തേക്കണത്. നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനർ കൊണ്ട് ഫ്ലോറ് മാത്രമല്ല, നമ്മുടെ ബെഡ്, അതുപോലെ കിച്ചൺ ടോപ്പ്, സോഫ, നമുക്ക് കാർപ്പറ്റ്, ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാൻ സാധിക്കും. പിന്നെ ചുമരിൻ്റെ മുകളിലുള്ള മാറാമ്പൽ, അപ്പോൾ അത്തരം സംഭവങ്ങൾ മാത്രമേ ഇതുകൊണ്ട് ക്ലീൻ ആക്കാൻ പറ്റാത്തതുള്ളൂ. ടേബിൾ ടോപ്പൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മുടെ വാക്യൂം ക്ലീനർ നിലത്തോട്ട് വീഴുമെന്നൊക്കെ പലർക്കും പേടിയുണ്ടാവും. എന്നാൽ ഒരു കാരണവശാലും നമ്മുടെ വാക്യൂം ക്ലീനർ നിലത്തോട്ട് വീഴൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ആൻറ്റി ഫോൾസ് സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് നിലത്തോട്ട് വീഴണ ഒരു പ്രശ്നവും അതിൽ ഉദിക്കണില്ല. പിന്നെ നമ്മുടെ മേശയമൊക്കെ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ തട്ടി മറിച്ച് നിലത്തിടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മുടെ വാക്യൂം ക്ലീനർ നിലത്തോട്ട് വീഴൂല. പിന്നെ നമ്മുടെ ഈ ഒരു വാക്യൂം ക്ലീനറിന് വേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വേസ്റ്റ് കിടക്കുകയാണെങ്കിൽ അവിടെ വേസ്റ്റ് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള കഴിവൊന്നുമില്ല. നമ്മുടെ ഒരു ഫ്ലോറിൽ നമ്മൾ ഈ ഒരു വാക്യൂം ക്ലീനർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ റോബോ വാക്യൂം ക്ലീനർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോണ ആ വഴിയുള്ള കംപ്ലീറ്റ് വേസ്റ്റുകൾ, ഡസ്റ്റുകളൊക്കെ ഇത് കളക്ട് ചെയ്യണത്. 2 സ്ഥലത്തായിട്ട് വേസ്റ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫ്ലോർ ഓൾറെഡി ക്ലീൻ ആണ്, എന്നിരുന്നാലും 2 സ്ഥലത്തായിട്ട് വേസ്റ്റ് കിടക്കുകയാണെങ്കിൽ അത് ക്ലീൻ ആക്കാനായിട്ട് നമ്മുടെ റിമോട്ടിൽ, ഇതിൻ്റെ റിമോട്ട് വരുന്നുണ്ടല്ലോ, ആ റിമോട്ടിൽ നമുക്ക് ബട്ടൺ യൂസ് ചെയ്തിട്ട്, നമ്മളൊരു റിമോട്ട് കാർ യൂസ് ചെയ്യുന്ന കൂട്ട് തന്നെ നമുക്ക് ആ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് 2 സൈഡിലും നമുക്ക് ആ ഒരു ഡസ്റ്റ് ക്ലീൻ ആക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നമുക്ക് ക്ലീൻ ആക്കേണ്ടത്. ഞാൻ പറഞ്ഞിരുന്നു ഫ്ലോർ മാത്രം ക്ലീൻ ആക്കാനല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡും നമ്മുടെ കിച്ചൺ ടോപ്പും ഇതൊക്കെ ക്ലീൻ ആക്കാമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ക്ലീൻ ആക്കുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ UV ലൈറ്റ് ഉള്ളതുകൊണ്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. നമുക്ക് റിമോട്ടിൽ ടൈമും ഡേയും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നിശ്ചിത സമയത്ത് മെഷീൻ വർക്ക് ചെയ്ത് നമ്മുടെ ആ ഭാഗത്ത് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇന്ന സമയത്ത് മാത്രം മെഷീൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു തന്നത്. ഈ രീതിയിലായിരിക്കും നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ റിമോട്ട് വരുന്നത്. ഒരുവിധം എല്ലാ ഫങ്ഷൻസും നമുക്ക് റിമോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. 4 മോഡുകളാണ്, വ്യത്യസ്തങ്ങളായ 4 മോഡുകളാണ് നമുക്ക് ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ ഈ ഒരു റിമോട്ടിൽ വരുന്നത്. ഉദാഹരണത്തിന് എഡ്ജ് മോഡ്, എസ് മോഡ്, ഓട്ടോ മോഡ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓരോ ക്ലീനിങ് രീതിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ ക്ലീനിങ് രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ മോഡുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്.